ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നുമില്ല, സുഖമില്ലായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും പനിയായിരുന്നു. ഫസ്റ്റ് പനി എനിക്ക് വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മക്കൾക്ക് വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇക്കാക്ക് വന്നു. എല്ലാവരും കൂടെ നോക്കി. അപ്പോൾ എൻ്റെ പനിയെന്ന് പറഞ്ഞപ്പോഴേക്ക് പിന്നെ എല്ലാവരെയും കൂടെ നോക്കി എല്ലാവർക്കും ഒന്ന് സുഖമായി വരുമ്പോഴേക്ക് പിന്നെ ചെറിയ വാവയ്ക്ക് വന്നു. വാവ പനി പനി കൂടിയിട്ട് അപസ്മാരം ഇളകി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അപസ്മാരം ഇളകിയപ്പോൾ എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല കുട്ടിക്ക്. ഞാൻ ശരിക്കും വിചാരിച്ചത് കുട്ടിക്ക് എന്തോ ആയിപ്പോയി എന്നാണ് വിചാരിച്ചത്. മീൻസ് ചെറുത് ഞങ്ങളെ വിട്ട് പോയി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു അനക്കം ഒന്നുമില്ലാതെ കുട്ടി ഇങ്ങനെ കണ്ണടച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ അടുത്ത് ക്ലിനിക്ക് ഉണ്ടായിരുന്നു, ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ക്ലിനിക്ക് കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞു ഇങ്ങനെ അപസ്മാരം വന്നതാണ്, പനി കൂടിയിട്ട് അപസ്മാരം വന്നതാണ്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും പനിയില്ലേ, വീട്ടിലെല്ലാവർക്കും പനിയാണ്. ഇവിടെ നോക്കണം, മക്കളെ നോക്കണം. ചെറുതിനെ അവിടെ അഡ്മിറ്റ് ആയതാണ്, മക്കളാരും നോക്കും എന്നുള്ള ടെൻഷനൊക്കെ. ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കളാം, മരുന്നൊക്കെ തന്നാൽ മതി, വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി തന്നിട്ട് വേണം കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. ഞങ്ങളെ സ്വമേധയാ ഇഷ്ടത്തിന് പോകുകയാണ് എന്നുള്ളത് എഴുതി കൊടുത്തു. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം ഇതേപോലെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മൂക്ക് പിന്നെയും പനി കൂടി. പിന്നെയും ഇതേപോലെ അപസ്മാരം വന്നപ്പോൾ പിന്നെ ഞാൻ ഒട്ടും നോക്കിയില്ല. എന്തായാലും വേണ്ടില്ല, എന്തായാലും കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാമെന്ന് എഴുതി. അങ്ങനെ അവിടെ പോയി ഡോക്ടറെ കാണിക്കുമ്പോൾ പിന്നെയും അതേപോലെ മൂക്ക് അപസ്മാരം ഇളകി. അപ്പോൾ ആകെ എന്ത് ചെയ്യണോ. ഇവിടെയാണെങ്കിൽ ഞാൻ പോകാൻ നേരം മോളെ അഡ്മിറ്റ് ചെയ്യൊക്കെ എന്നാൽ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു. ഇക്കാക്കും തീരെ വയ്യ. അപ്പോൾ ഇക്ക മാറ്റി ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് ഇക്കാക്ക് കയ്യും കാലൊക്കെ തളർന്ന് ഇങ്ങനെ വീഴാൻ പോകണമായി തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇക്ക വരണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം മോളെ, ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാം, ഞാൻ അഡ്മിറ്റ് ചെയ്തോളാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി അഡ്മിറ്റൊക്കെ ചെയ്തു. ഇക്കക്ക് അന്ന് ഒട്ടും വയ്യ. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു വരണ്ട, അപ്പോൾ തൽക്കാലം വരണ്ട, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മൂത്ത മോനെ കൂടെ ഒരാൾ വേണമല്ലോ, എൻ്റെ അത്യാവശ്യത്തിന് ഒന്ന് പുറത്ത് പോകേണ്ടി വന്നാൽ മോളെടുത്ത് നിർത്തി പോകാൻ മോൻ വേണമല്ലോ, അതുകൊണ്ട് മോനെ കൂട്ടി. എന്നിട്ട് അപ്പോൾ ഇക്കാക്ക് കുറച്ച് ഒന്ന് സമാധാനമായപ്പോൾ പിന്നെ മോനെ കൂട്ടാൻ വേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റലും കേസും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് ഒരു 3-4 ദിവസം അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അന്ന് മോളെ ഡിസ്ചാർജ് ചെയ്ത് വന്ന അന്ന് പിന്നെ എനിക്ക് നല്ല പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പനിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പനി. അതിൽ കയ്യും കാലൊക്കെ തളരുക, അങ്ങനെയുള്ള ഇപ്പോൾ വൈറൽ ഫീവർ പനിയാണ് എല്ലാവർക്കും വന്നത്. അപ്പോൾ വൈറൽ ഫീവർ വന്നാൽ തന്നെ ഭയങ്കര സന്ധിവേദന, തലവേദനയാണ്, ഭയങ്കര തലവേദന സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ്. അപ്പം പിന്നെ എനിക്ക് പനിയായി. ആ 2 ദിവസം ഞാൻ അങ്ങനെ കിടന്നു. പിന്നെയും ചെറുതിന് പിന്നെയും പനി വന്നു. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് തന്നെ വരുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു പനി വരികയാണെങ്കിൽ തന്നെ അപസ്മാരത്തിൻ്റെ ഒരു ഗുളിക തന്നിട്ടുണ്ട്, ഉടനെ കൊടുത്തിട്ട് പനീൻ്റെ മരുന്ന് കൂടെ കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോർത്തുമുണ്ട് നല്ലോണം നനച്ചിട്ട് പനി കുറയ്ക്കണം. അതായത് ആ ഒരു മാർഗ്ഗം അല്ലാതെ വേറെ മാർഗ്ഗമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് അപസ്മാരം ഇളകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മേല് നന്നായിട്ട് എപ്പോഴും നനച്ച് തുടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ 2 ദിവസം ഉറക്കമില്ലാതെ അത് തന്നെയായിരുന്നു പണി. അപ്പം അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല, മൂക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് കരുതി അങ്ങനെ വന്നത്. അപ്പോൾ ഇന്ന് മോൻക്കാണെങ്കിൽ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് പറഞ്ഞാൽ പലഹാരത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതെന്തോ ഒരു പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ പലഹാരം ഉണ്ടാക്കി കൊടുക്കുക.
അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേസരി ആകുമ്പോൾ എളുപ്പത്തിൽ പണി ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ കേസരി ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് തോനെ വേണം താനും കുട്ടികൾക്ക്. ആ സ്കൂളിലൊരു 300 350 ഒക്കെ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് എല്ലാവർക്കും ചെറിയ പീസ് വെച്ചിട്ട് അങ്ങനെ കൊടുക്കണം. ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടെന്ന് എല്ലാ ക്ലാസ്സിലും അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കേസരിയൊക്കെ ഉണ്ടാക്കി മോൾക്ക് കൊടുത്തയച്ച്. എന്നിട്ട് കേസരി ഒന്നും എടുക്കാനുള്ള എന്താ പറയുക, ഉണ്ടാക്കുമ്പോൾ എടുക്കാനുള്ള കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ചായൻ്റെ കടിയും മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള 10 മണിയാകുമ്പോഴത്തേക്കും മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിലാട്ടോ ഉണ്ടാക്കിയത്. ഈ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ഈ പാത്രത്തിലാക്കി വലിയ പ്ലേറ്റാട്ടോ ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങിയ പ്ലേറ്റാണ് ഉണ്ടോ. കേസരി ഉണ്ടാക്കിയിട്ട് ഇത് ഞാൻ കുറച്ച് ബാലൻസ് ഇവിടെ വെച്ചതാട്ടോ. ഇവിടെ മക്കൾക്കും മിക്കാർക്കും എനിക്കൊക്കെ കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് നടുപ്പീസൊക്കെ കൊടുത്തയച്ചു കണ്ടോ. കേസരി സാധാരണ എന്താ പറയുക, വെറും ഇത് മാത്രം ഇടൽ, എന്താ റവ മാത്രമല്ല യൂസ് ചെയ്യുക. അത് കുറച്ച് സേമിയയോടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ സേമിയ കൂടെ ഇട്ട് നല്ല ടേസ്റ്റാണ്, സേമിയയും കൂടെ വരുമ്പോൾ. അപ്പോൾ ഇതാണ് കേസരി നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വട്ടത്തിലൊക്കെ പറയും മാലത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.